എന്തുമാത്രം വെള്ളം ഒഴിച്ചു? 1-12. ഇത് കഴിച്ച വയറ്റിലെ കൃമി കൂടി ചാവില്ല. മുത്തു, 1 8 ലിറ്റർ ചേർത്ത് അടിക്കാൻ പറയും. എന്താടോ മര്യാദക്ക് മരുന്ന് കലക്കാൻ പറഞ്ഞാൽ തനിക്ക് കളിക്കോടോ? എത്ര പ്രാവശ്യം തനിക്ക് പറഞ്ഞു തന്നെ, ഒരു പ്രാവശ്യം പറഞ്ഞ ഇവന്മാരുടെ തലയിൽ കയറൂല. ഞാൻ ഇവിടെ ഉള്ളത് വിളിക്കാൻ മനസ്സിലായി. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വയലിലായിരിക്കും. ആ കലക്കടോ, പറഞ്ഞ മാതിരി പറഞ്ഞ മാതിരി കലക്കടോ. എത്ര പ്രാവശ്യം പറഞ്ഞു തന്നെ എനിക്ക്. എന്താ കാര്യം? ഇങ്ങോട്ട് എന്തിനാ വന്നേ? അത് ഞാൻ നിങ്ങളെ കണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? വെറുതെ കറങ്ങി നടക്കണ്ട്, വേഗം വീട്ടിൽ പോ. മാമൻ അങ്ങനെ അറിഞ്ഞ കൊന്നു കളയും നിന്നെ. അല്ല, ഞാൻ പോകാനല്ലേ പറഞ്ഞേ? പോകാൻ പറഞ്ഞില്ലേ? ആ ഫോൺ ഇങ്ങോട്ട് എന്തിനാ തരാൻ? കാലത്ത് സംസാരിച്ച് പോസ്റ്റ്മാൻ അത് വേറെ ആരെങ്കിലും നോക്കാനാ? അല്ല, ആ പോസ്റ്റ്മാൻ അല്ല, ഷെൽവിക്ക് ഞാനാ ഫോൺ ചെയ്തത്. നീ ഇവിടെ ഉണ്ടെന്ന് ഞാനാ പറഞ്ഞത്. കൊച്ചു പെണ്ണിന്റെ മനസ്സിലെ ആശ നിറയ്ക്കാ വിവരമുണ്ടോ നിനക്ക്? എത്ര വയസ്സാണ് ചിലതരം എനിക്ക്? ഇനിയും കല്യാണം കഴിക്കാതെ മറ്റുള്ളവർ എന്തിനാണ് സങ്കടപ്പെടുത്തുന്നത്? നിനക്കാണ് ബുദ്ധിയില്ലാത്തത്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഷെൽവി നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ തന്നെ കെട്ടുള്ളൂ ഒറ്റക്കാലിൽ നിൽക്കുക. വിവരക്കേട് പറയല്ലേ? നോക്ക്, നിനക്ക് ഷെൽവി ഇഷ്ടമില്ലെങ്കിൽ പറ. ചിറ്റയോട് പറഞ്ഞിട്ട് വേറെ പെണ്ണിനെ നോക്കണമെങ്കിൽ നോക്കാം. കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? എന്റെ മനസ്സിലെന്താണെന്ന്. ഒരു പെണ്ണ് ഓടിപ്പോയെന്ന് കരുതി എല്ലാ പെണ്ണും ഓടിപ്പോവോ? ഒരു പ്രാവശ്യം കല്യാണം നിന്നെന്ന് വെച്ച് അവരൊക്കെ നീ കല്യാണം കഴിക്കില്ല എന്നാണോ നീ പറയണേ? ഒരിക്കൽ കൂടി നാട് മുഴുവൻ ക്ഷണക്കത്തും അടിച്ച് വീടുകൾ തോറും കയറിയിറങ്ങി എനിക്ക് കല്യാണമായി എല്ലാവരും വരണമെന്ന് ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കി പറയും? 5 കൊല്ലായാലെന്താ, 50 കൊല്ലായാലെന്താ, മതിയായി. വേണ്ട, നാണക്കേട് തോന്നുന്നു എനിക്ക്. നാണക്കേട് മാത്രം നീ നോക്കുന്നല്ലോ, അച്ഛനമ്മയുടെ സങ്കടം നീ കാണുന്നില്ലേ? നിന്റെ മുമ്പിൽ കരഞ്ഞാൽ നീ കാണുന്ന കരുതി അവര് മനസ്സിന്റെ ഉള്ളിൽ തന്നെ കരഞ്ഞോണ്ടിരിക്കുക. ദയവേത് അവരെ സന്തോഷപ്പെടുത്തി ചെല്ലതുവരെ. കൈകളുണ്ടല്ലോ, കാലുമുണ്ടല്ലോ, പിന്നെ എന്താ ബുദ്ധിമുട്ടാ? എന്റെ ശരീരത്തിൽ കൈയും കാലും ഉണ്ടെങ്കിലല്ലേ 10 മിനിറ്റ് കൊണ്ട് എന്റെ ഭാര്യനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ബുദ്ധി ഉണ്ടെന്ന് കരുതി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് തന്റെ മണ്ടത്തരം കാരണം എന്റെ ഭാര്യ ഒളിച്ചോടി പോയില്ലടോ. എടാ, മര്യാദക്ക് പടം കണ്ടിട്ട് അവൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നേനെ. നീ എന്റെ ആഹാരത്തിന് വഴി മുട്ടിച്ചില്ലേ? നിന്നെ വെട്ടാതെ ഞാൻ വിടില്ല. എല്ലാ അഗ്രിമെന്റും മേടിച്ച് സൈൻ ചെയ്ത് കണക്ക് പിള്ളയുടെ കയ്യിലോട്. അയ്യായി കെട്ടാൻ പടത്തിൽ ശരി ഉച്ചത്തില്. അത് ശരി. ആയസന്റെ കാര്യം എന്താ പറയുന്നേ? അത് ഈ പറഞ്ഞ പോലെ ചത്തുപോകുന്നാണോ കാണുന്നേ? ആയസത്താതെ ആയുസിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൈകാലുകള് വെട്ടുവല്ലോ, തുണ്ടമായിട്ട് വെട്ടുവല്ലോ. ഞാൻ അയ്യയെ പോലെ സാധാരണക്കാരനല്ല, ഇത് കമ്പ്യൂട്ടർ ബ്രെയിനാ. അതെ 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 9 തവണ വിരുന്നകറി പോയപ്പം ട്രെയിനിൽ വെച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ടതാ. പ്രഭാര, അരിവാള് കയ്യിൽ വെച്ചോണ്ട് പോകുമ്പോഴേ ആൾക്കാർ തടയാൻ വരൂ. നമുക്ക് ബോംബ് വെക്കാം. പൊട്ടിക്കഴിഞ്ഞല്ലേ ശബ്ദം കേൾക്കൂ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ സാറേ. 9 വാൾട്ട് ബാറ്ററി, 4 കിലോ RDS, 14 ജലാറ്റിൻ കുറ്റി, 3 മീറ്റർ വയറ്, ഒരു പഴയ വാച്ച്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ബോംബ് ഉണ്ടാക്കാം. പക്ഷെ ഇത് വേണ്ട സ്ഥലത്ത് വേണ്ടപ്പോ പൊട്ടണം. തീർച്ചയായിട്ടും പൊട്ടും സാർ. പ്രഭാര അണ്ണാ, വെളിയിൽ നിന്ന് ആരെങ്കിലും വരുന്ന നോക്ക്. നിന്റെ ഈ വിരലിട്ടാടുന്ന പരിപാടി അങ്ങ് നിർത്ത്. അയ്യോ, ഇതെന്താ വല്ല ബോംബ് ഫാക്ടറി ആണോ? എനിക്ക് പാകിസ്ഥാൻ ബോർഡറിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. നിങ്ങൾ തന്നെ പോയി കൊടുത്തിട്ട് വാ. അയ്യോ, എന്തായി? എന്തു പറ്റി? ചെരുപ്പിന്റെ വാറടന്നു പോയി. ഞാനിപ്പോ വരാം. എന്താ നായക്ക് പറ്റിയത്? എന്തോ കഴിച്ചെന്ന് തോന്നുന്നു, ഒന്നും അറിയില്ല. മുത്ത്, മൃഗാശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടറോടൊന്ന് വരാൻ പറയും. ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു വരുത്താം. എന്നാ സൂക്ഷിച്ച്. മീറ്റിംഗ് തീരാൻ നേരം വൈകും, അവനോട് പറഞ്ഞേക്ക്. സൂക്ഷിച്ച് വേണം പോകാൻ.
ഡോക്ടർ, നായക്ക് എന്ത് പറ്റി? രാത്രി എന്തോ ബിസ്ക്കറ്റ് കഴിച്ചെന്ന് തോന്നുന്നു. അതിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. ബിസ്ക്കറ്റിൽ മയക്കുമരുന്നോ? മുത്തു, അച്ഛൻ ആ പുറപ്പെട്ടു. ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. ചെരുപ്പോട് കിടക്കുന്നുണ്ടല്ലോ. ഈ ചെരുപ്പ് പൊട്ടിപ്പോയതിൽ വേറെ ചെരുപ്പിട്ടാ പോയത്. അപ്പോ ആ ചെരുപ്പ് ആരുടെയാ? അറിയില്ല. നായക്കാരാ ബിസ്ക്കറ്റ് കൊടുത്തത്? അറിയില്ലല്ലോ. അപ്പോ അച്ഛന്റെ വണ്ടി എവിടെ കിടന്നിരുന്നേ? എപ്പോഴും നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായത്. സുബ്രഹ്മണ്യം, കറുപ്പസ്വാമിയുടെ വീട്ടിൽ ആരെങ്കിലും പുതുതായി വന്നിരുന്നു? പാറവടയിൽ ബോംബ് വെക്കുന്നവരാ വന്നത്. ഇന്നലെ ഞാൻ ഫോൺ ചെയ്തായിരുന്നു, പക്ഷെ ഫോൺ ഓഫ് ആയിരുന്നു. ഹലോ, പറയൂ ചെല്ലദൂരെ. ഇന്നലെ കറുപ്പസ്വാമിയുടെ ക്വാറിയിൽ പാറ പൊട്ടിച്ചിരുന്നു. ഇല്ല, കഴിഞ്ഞ ആഴ്ചയിലാ പാറ പൊട്ടിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തു, അച്ഛനെ വിളിക്കേ. അയ്യനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഒരു പക്ഷേ ആ വഴി കടന്നു കാണോ? മോനെ എന്നാ ഗേറ്റ് തുറന്നോടെ, അർജന്റാ. വണ്ടി അടുത്തെത്തി. ഈ വണ്ടി ശങ്കരൻകോവിൽ ക്രോസ് ചെയ്തല്ലോ അതെ. അവിടെയും ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. അതെ, എന്താ? റെയിൽവേ ഗേറ്റ് പൂട്ടിയിരിക്കുക. നിർത്താന്നാ. വാ വാ, വേഗം വേഗം. അണ്ണാ, അയ്യ വന്നിട്ടുണ്ട്. ട്രെയിൻ വരാൻ സമയമായോ? ട്രെയിൻ വരാൻ 5 മിനിറ്റ് ഉണ്ട്. ഹലോ, ശങ്കരൻകോവിൽ ഗേറ്റ്. കടയലൂർ ഗേറ്റിൽ നിന്നാ സംസാരിക്കുന്നത്. അയ്യാട് വണ്ടി നിർത്തി സംസാരിക്കാൻ പറയും. ഇപ്പഴാ ഗേറ്റ് തുറന്നു വിട്ടെ. അയ്യാ പോയോ? പോയെന്നോ? അച്ഛൻ അവിടെ നിന്ന് പോയെന്നാ പറയുന്നേ. ആ. റോഡ് വഴി പോയാ ഒരുപാട് ചുറ്റേണ്ടി വരും. ഞാൻ ട്രാക്ക് വഴി പോക്കോളാം. നീ രാജനോട് ഫോൺ ചെയ്ത് ശരി, വണ്ടി ശരി, നിർത്താൻ പറ. ഞാൻ പറഞ്ഞോളാം. ചെല്ല്. ആ നീ വേഗം പോയിക്കും. ആ ഹലോ, രാജാണല്ലേ? അയ്യയുടെ വണ്ടി ആ വഴിക്ക് വരുന്നുണ്ട്. തടഞ്ഞു നിർത്തി എന്നെ പെട്ടെന്ന് വിളിച്ചേക്കണം. ഓക്കെ? ആ ശരിയെന്നാ. ഏതാ പയ്യൻ? ഹോട്ടലിലെ ചെറുക്കനാ. അവിടെ നിന്ന് കൈ കാണിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിക്കുക. അച്ഛാ, വണ്ടി നിർത്ത്. വണ്ടിയിൽ ബോംബുണ്ട്, ഇറങ്ങ്. ചെല്ലദൂരെയാണെന്ന് തോന്നുന്നല്ലോ. വേഗം ഇറങ്ങ്. എല്ലാരും വണ്ടിന്ന് മാറി നിൽക്ക്. മാറ്. എല്ലാരും വണ്ടി എടുത്ത് മാറ്. എന്താ നടന്നേ? അച്ഛൻ വണ്ടിയിൽ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരോടും മാറാൻ പറ. വേഗം അച്ഛനെ കൊണ്ടുപോ. നോക്ക്, അവിടെ നോക്ക്. അടി നോക്ക്. വണ്ടിക്കടിയില്ല ബോംബ്. വണ്ടി മറിച്ചിട്ട് പിടിക്ക. മോനെ, ഇങ്ങോട്ട് വാ. ഹേയ്, എല്ലാരും മാറിപ്പോ. മോനെ,